ഹലോ മച്ചാ, എല്ലാവർക്കും പുതിയ ഹാർദമായി സ്വാഗതം. അപ്പോൾ മച്ചാ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഇൻക്യൂബേറ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ വീട് ചെയ്തിട്ടുണ്ട് ഒരു ഇൻക്യൂബേറ്റർ. അപ്പോൾ ആ ഇൻക്യൂബേറ്റർ നമ്മൾ മാനുവൽ ആയിരുന്നു, അതായത് കൈയിട്ട് മുട്ട തിരിപ്പിക്കുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ആ മാനുവൽ മാറ്റി നമുക്ക് ഓട്ടോമാറ്റിക് ആക്കിയാൽ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ബോർഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്പീഡ്, മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡിന്റെ കണക്ഷൻസ് എങ്ങനെയാണ്, അതേപോലെ എങ്ങനെയാണ് അത് നമുക്ക് പ്രോഗ്രാം ചെയ്യാതെ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അച്ഛന്മാരെ. അപ്പോൾ നമ്മളെ ചിന്തിച്ച് നോക്കിയായിരുന്നു, നമുക്ക് ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ല വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തിരിപ്പിച്ചേക്കാൻ 3 നേരം തിരിപ്പിച്ചേക്കാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആണെച്ചെങ്കിൽ നമുക്ക് അതിന്റെ പ്രശ്നമില്ല. കാരണം ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം അനുസരിച്ചിട്ട് സാധനം ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവും ചെയ്യും, മുട്ട റിട്ടേൺ ആവും ചെയ്യും. അപ്പോൾ നമ്മൾ 10,000 ലക്ഷക്കണക്കിന് മുട്ട വെച്ച് പിരിപ്പിക്കുന്ന ഹാച്ചറികളിൽ ഈ ഒരാളെ കൊണ്ട് ഒരു 50,000 മുട്ടൊക്കെ തിരിപ്പിച്ചേക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് എഗ് ടേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിച്ചാൽ ആ ബോർഡിനെ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതെങ്ങനെ കണക്ഷൻ ചെയ്യുക, അതെങ്ങനെ പ്രോഗ്രാം ചെയ്യാനുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞുള്ള ആ ഒരു മോട്ടോർ ടൈമർ മൊഡ്യൂള് എന്ന സാധനം. ഇതിന്റെ ഉപയോഗങ്ങൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അക്വേറിയങ്ങളിലൊക്കെ വെള്ളം പമ്പ് ചെയ്യാനും ഇടവിട്ടിട്ടുള്ള സമയങ്ങളിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ഇൻക്യൂബേറ്ററിൽ നമ്മൾ എഗ് ടേൺ ചെയ്യണ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റെയിൽ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ സാധനങ്ങൾ, ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത്. അൺബോക്സ് ചെയ്തതിന് ശേഷം അക്വേറിയത്തിക്കല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻക്യൂബേറ്റർ എഗ് ടേൺ ചെയ്യണ ആ ഒരു സിസ്റ്റം, ട്രേ സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് ബോർഡ് കാണാം. പക്ഷേ ഇതാണ് നമ്മുടെ ബോർഡ്. ഉണ്ടാ ഒരു LED ഡിസ്പ്ലേയും അതേപോലെ നമ്മുടെ റിലേ സോക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 4 സ്വിച്ചും കാണാൻ കൊടുത്തിട്ടുണ്ട്. ഒക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റോപ്പ്, സെറ്റ്, അപ്പ്, ഡൗൺ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് സ്വിച്ചുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, ട്രിഗർ, ഗ്രൗണ്ട് 6 to 30 വോൾട്ട് വരെ നമുക്ക് പവർ സപ്ലൈയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ, കോമൺ, അങ്ങനെ ഈ 3 കണക്ഷൻസ് ആണ് ഈ സൈഡിലും 4 കണക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അടുത്ത പഠിച്ചാൽ നമുക്ക് ഇൻക്യൂബേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്ലസ് മൈനസിലാണ് നമ്മൾ കൊടുക്കുക. ഈ ഒരു 6 to 30 വോൾട്ട് ഗ്രൗണ്ടിലാണ് നമ്മൾ കൊടുക്കുക. അതെങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ, ഇൻക്യൂബേറ്ററിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യാനുള്ള കാര്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാർജർ എടുത്തിട്ടുണ്ട്. 5 വോൾട്ട് മൊബൈൽ ചാർജറാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് പവർ സപ്ലൈ അപ്ലൈ ചെയ്യാൻ പോണത്. എന്താ അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതിങ്ങനെ റണ്ണിങ്ങിൻ്റെ പുറമുണ്ട്, പക്ഷേ ഇത് ആക്ച്വലി ഇത് നമ്മൾ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. 3 0 ആണ് ഇത് കാണിക്കുന്നത്. 2 0യും ഒരു ഡോട്ടും, പിന്നെ ഈ രണ്ടാമത്തെ കാണുന്ന ഡോട്ടും, പിന്നെ ഇതൊരു 0 ആണ്. 3 0 ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് പഠിച്ചാൽ ഈ സെറ്റ് ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്താ അപ്പോൾ P11 എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പ് ചെയ്തിട്ട് 3.2ൽ എത്തിക്കുക. എന്നിട്ട് അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്പണിംഗ് ടൈം വന്നിട്ടുണ്ട്. OP എന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടാവും, OPന്ന്. അപ്പോൾ ഇത് 5 സെക്കൻഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് നമ്മൾ 12 സെക്കൻഡിലേക്ക് ആക്കുക. 64 കഴിഞ്ഞിട്ട് പോയിന്റാണ് വന്നിട്ടുള്ളത്. 64 പോയിന്റ് എന്നാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് വരും. ഇത് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വരും, ഈ സെൻറ്ററിലേക്ക് വരും ഈ പോയിന്റ്. അപ്പോൾ 6.4 ആയി. ആദ്യം നമ്മൾ 64 ആയിരുന്നു, ഇപ്പോൾ 6.4 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻക്യൂബേറ്ററിൽ ഉപയോഗിക്കുന്നത് ഒരു 2.5 RPMന്റെ ഒരു മോട്ടറാണ് എനിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഉപയോഗിക്കുന്നത് നമ്മൾ 12 സെക്കൻഡാണ്. അപ്പോൾ ഈ 6.4 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇത് അപ്പ് ചെയ്തിട്ട് 12 ആക്കണം. 8 ആയി, 9 ആയി, 10 ആയി, 11. ഇതിപ്പോൾ 12.0 ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണുന്നുണ്ടാവും. ഇപ്പോൾ 12.0 സെറ്റ് അടിക്കുക. ഇപ്പോൾ ഇതിലടിച്ചാൽ CL എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, ക്ലോസിംഗ് ടൈം. ഈ ക്ലോസിംഗ് ടൈം നമുക്ക് ഇപ്പോഴും ഈ ഒരു ഡോട്ട് ഈ രണ്ടാമത്തെ പോയിന്റിലാണ് കാണുന്നത്. നമുക്ക് മണിക്കൂറിൽ, ഐ മീൻ എത്ര ഹവർ കഴിഞ്ഞിട്ടാണ് നമുക്കിത് റീ ആയിട്ട് ടേൺ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ
അതിനനുസരിച്ച് നമ്മൾ ഇതിൽ ഹവേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് ഈ വലത്തെ സൈഡിൽ കാണുന്നത് മൈക്രോ സെക്കൻഡും ഇത് മിനിറ്റും ഇത് ഹവേഴ്സാണ് വരുന്നത്. കാരണം 3 എണ്ണം കൂടി ഒരുമിച്ച് കത്തണം. കണ്ട ഇപ്പൊ 3 ഡോട്ട് ഒരുമിച്ച് കത്തിയിട്ടുണ്ട്. ബാക്കി ഉള്ള 0 ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. 0 ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് എത്ര മണിക്കൂർ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമ്മൾ 3 പ്രാവശ്യമാണ് നമ്മൾ ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 24/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരിക. അപ്പോൾ 8 മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് കഴിഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ 60 × 8 480 ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 0 ഉള്ളിടത്ത് 4ഉം ഈ 5 ഉള്ളിടത്ത് 8ഉം 0 ഉള്ളിടത്ത് അത് അതേപോലെ തന്നെ കിടക്കണം. അപ്പോൾ നമ്മൾ അപ്പ് ചെയ്യാം. ഈ സാധനം മൊത്തം കയറിയിട്ട് ഇപ്പോൾ 1 hour ആയിട്ടുണ്ട്. ഇപ്പോൾ 2 hour ആയി, 3 hour, 480 നമുക്ക് വേണ്ടത്. അപ്പോൾ 4 hour ആയിട്ടുണ്ട്. 420, 430, 440, 450, 470. അപ്പോൾ 482 ആയി. അപ്പോൾ നമുക്ക് 480 മതി. അപ്പോൾ ഈ ഡൗൺ ഉള്ളത് അടിച്ചിട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ 4.8.0 പോയിന്റ് ആക്കണ്ട. മേലിന് വയ്ക്കുമ്പോൾ കറക്റ്റ് അറിയാം. 480 വരുന്നത് 480 മിനിറ്റ് 8 ഹവേഴ്സ് ആണ് ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സെറ്റ് ഒന്ന് അടിക്കുക. സെറ്റ് അടിച്ചു കഴിഞ്ഞാൽ LOP എന്നുള്ളൊരു ഓപ്ഷൻ വരും. LOP ഇത് ഇങ്ങനെ തന്നെ കിടക്കണം. ഇത് നമുക്ക് എത്ര പ്രാവശ്യം ടേൺ ചെയ്ത് നിൽക്കുന്നുള്ളതാണ്. ഇത് നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ഇൻക്യുബേറ്ററിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യണ്ട. ഇത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കണം. 3 മൈനസിൽ തന്നെ കിടക്കണം. നമുക്ക് ഓപ്പൺ ടൈം ഒന്ന് നോക്കി നോക്കുക. ഓപ്പൺ ടൈം വന്നിട്ടുള്ളത് നമ്മൾ 12.0 സെക്കൻഡ് ആണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ക്ലോസ് ടൈം വന്നിട്ടുള്ളത് 480 മിനിറ്റ് ആണ് വന്നിട്ടുള്ളത്. മറ്റേ ലൂപ്പ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അത് മൈനസിലാണ് കിടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സെറ്റ് ബട്ടൺ ഒന്നും കൂടി 3 സെക്കൻഡ് അമർത്തി പിടിക്കുക. കണ്ടാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു LED ഇതിൽ കത്തണില്ല. അപ്പോൾ ഈ ഒരു ഇപ്പോൾ 4 സെക്കൻഡായി, 5. ഇപ്പോൾ നമ്മൾ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മോട്ടോർ ടൈമർ ബോർഡൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ടൈം ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടോ? ഈ ടൈം ഇങ്ങനെ എഴുതി കാണിക്കാൻ വെച്ചിട്ട് ഇതിന് മാറും ചെയ്യും. ഇതിൽ അടുത്ത പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണക്ഷൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ മുകളിൽ പോസിറ്റീവ് കൊടുക്കണ്ട. ഈ 6 to 30 കൊടുത്ത് നമ്മുടെ 12 വോൾട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. 12 വോൾട്ട് 1 ആമ്പിന്റെ ട്രാൻസ്ഫോമർ ആയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പ്ലസ് ഇവിടെ കൊടുക്കും, GND കൊടുത്ത് അതിന്റെ മൈനസും കൊടുക്കും. പിന്നെ ഇതെന്നുള്ള ഔട്ട് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ബൾബ് നേരെ കറണ്ടിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് ഫേസോ അല്ലെങ്കിൽ ന്യൂട്രോ കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്തതിനു ശേഷം ഒന്ന് മുകളിലും ഒരു വയർ താഴെയും കൊടുക്കുക. അപ്പോൾ ഈ അടിയത്തെ ഈ NC എന്നുള്ളത് നോർമലി ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കണില്ല. ഈ കോമണും ഓൺ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒക്കെ നമ്മുടെ വരുന്ന വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ചെറുപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മോട്ടോർ ടൈമർ മൊഡ്യൂളിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞ കാര്യമല്ലാതെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, എങ്ങനെ കണക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റണില്ല വെച്ചെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ ഇമെയിലായാലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യക്കാർക്ക് 100 or 200 മുട്ട വെച്ചിട്ട് ടേൺ ചെയ്യിപ്പിച്ചിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസിന് അങ്ങനെ ചിലവാകുന്നുള്ളൂ. അപ്പോൾ ആവശ്യക്കാർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാദിത് സൈനിങ് ഓഫ്.